ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു എന്താ പറയുക, ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പം രാവിലെ എണ്ണീറ്റ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ചെയ്യാവുന്നൊരു പ്ലാനാണ്. അപ്പോൾ രാവിലെ എണ്ണീറ്റ് എന്താണ് കഴിക്കുന്നത്, ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ എങ്ങനെ ഉണ്ടെന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ രാവിലെ നമുക്കിന്ന് ഉണ്ടാക്കിയത് പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും, പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിക്കാം, നമ്മുടെ പഴങ്കഞ്ഞി കാണിക്കാം. ഉണ്ടാ തൈര്, വേണ്ട കാന്താരി, ഉള്ളി ഉടച്ചത്, പിന്നെ ചമ്മന്തി. ഇത് ഇന്നലത്തെ ചമ്മന്തിയാണ്. മെഴുക്കുവരട്ടി, പിന്നെ അച്ചാറ്. മീൻ വറുത്തുണ്ടോ ഡി? ഉണക്കമീൻ. ഓക്കെ, അപ്പം നമ്മളെ പഴങ്കഞ്ഞി കഴിക്കാൻ പോവാണ്. ഉപ്പിട്ടായിരുന്നോ ഡി? ഓ, ലേശം ഉപ്പിട്ട്. കുറച്ചിട്ട് മതി മതി മതി. ഇച്ചിരി ചമ്മന്തി അങ്ങോട്ട് എടുക്കാവേ. ചമ്മന്തി എടുക്കുക. 2 മെഴുക്കുവരട്ടി. അത് ഇന്നലത്തെ മെഴുക്കുവരട്ടിയാണ്. 2 മെഴുക്കുവരട്ടി എടുക്കുക. നാരങ്ങാച്ചാർ എന്ത്? ആഹാ, മീൻ്റെ അതെടുക്കുക. അത് ലാസ്റ്റ് ഇങ്ങനെ കടിക്കുക. അതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ചെറിയ കാന്താരി ഇന്നലെ ലുലുവിൽ പോയപ്പോൾ മേടിച്ച. പിന്നെ അതിനകത്ത് നമ്മൾ ഉണക്കമീൻ എടുത്തിട്ട് അതോടെ ഒന്ന് കടിച്ചു നോക്കാം. കൊള്ളാം. അപ്പോൾ ഇന്ന് പഴങ്കഞ്ഞിയാണ്. അപ്പോൾ പഴങ്കഞ്ഞി മുഴുവൻ തിന്നിട്ട് നിങ്ങൾ കാണാം. സമയം ഇപ്പോൾ 12:30. ആ 12:30 ഇപ്പം ഞങ്ങൾ കപ്പ മേടിക്കാൻ പോവുക. ഇനി കപ്പ മേടിച്ചോട്ട് വന്നിട്ട് വേണം ചോറ് വെക്കണം, കറി വെക്കണം, എല്ലാം റെഡിയാക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് 5:30 നമ്മുടെ ഗൾഫെയർ ക്ലബ്ബിൽ വെച്ചിട്ട് ജാസി ഗിഫ്റ്റിൻ്റെ ഒക്കെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഇനി കാണാൻ പോകണം. അപ്പം നമുക്ക് റെമിലി മാളിലോട്ട് പോകാം. നല്ല വെയിലുണ്ട് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മാളിനകത്തേക്ക് പോകാം. ആൾക്കാർ വന്നോണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് പക്ഷെ ഒരു നേരത്തേക്കേ ഉള്ളൂ, നമുക്ക് ഒരു നേരത്തേക്കേ ഉള്ളൂ. ഒരു കപ്പ മേടിക്കാൻ വന്ന ആൾക്കാരാ. ഒക്കെ കഴിഞ്ഞിറങ്ങി. ഇനി പെട്ടെന്ന് റൂമിൽ പോട്ടെ. എൻ്റെ അമ്മയെ പൊടിക്കാൻ. അപ്പൊ നമ്മള് ചോറ് കഴിക്കാനുള്ള സമയമായി. എത്ര മണിയായി? വളരെ നേരത്തെ ഇന്ന് ചോറ് കഴിക്കുന്നത്. എന്താന്ന് വെച്ചാൽ 4 മണിയായി. 4 മണിയായി ചോറ് കഴിച്ചു. ഇത്ര നേരത്തെ ആരും കാപ്പി കുടിച്ചപ്പോ 11 മണിയായി. കാപ്പിയല്ലോ, പഴങ്കഞ്ഞി കഴിച്ചപ്പോഴത്തേക്കിനും 11 മണിയായി. എന്നാലും ഭയങ്കര നേരത്തെ ആയിപ്പോയത്. ഇത്രയും നേരത്തെ ഇവിടെ ആഹാരം കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് എന്തൊക്കെയാ ഊണിന്? എന്തൊക്കെയാ ഊണിന്? കപ്പ, ബീഫ്, മോരുകറി. സാധാരണ നമ്മൾ വീക്കെൻഡിൽ മാത്രമേ ഇങ്ങനെ എന്താ പറയുക, ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും മീനൊക്കെ മേടിക്കത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സാധാരണ പോലെ. അപ്പോൾ വീക്കെൻഡിൽ അവധിയുള്ളപ്പോഴല്ലേ ഇവർ വീട്ടിലൊക്കെ ഇരിക്കുന്നേ. ബീഫ്
ബീഫ് ഒക്കെ എങ്ങനെ ഉണ്ടോ എന്തോ. ഒരു പീസ് ബീഫ് എടുത്തിട്ട് വെച്ച് എന്നിട്ടത് ഒന്ന് കഴിച്ച് നോക്കാം. ഒരുപാട് അങ്ങ് ആസ്വദിക്കണ്ട, കറിക്ക് ഉപ്പ് കുറവ്. ഉപ്പ് കുറവല്ലേ കറിക്ക്? ഇല്ലില്ല, കറക്റ്റാണോ? ആണോ? കാണാം. ഇനി കഴിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. അങ്ങനെ ഇപ്പം സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി കാണും. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി അത് ഓണാക്കണം അവിടെ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ചെറിയ ഒരു ഷോപ്പിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വീട്ടിലെത്തും. അപ്പോൾ ഇനിയിപ്പം വൈകിട്ടത്തെ ആഹാരം കഴിക്കാൻ പോവാണ്. വൈകിട്ടത്തെ ആഹാരം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉച്ചക്കത്തെ ബീഫ് കറിയാണ്. അപ്പം നമുക്ക് കഴിക്കാം. നല്ല ചൂടുണ്ട്, നല്ല ചൂട്. അപ്പോൾ ബീഫിങ്ങനെ കഴിക്കാം. ഓക്കെ, തണുത്തത് നോക്കിയാറുണ്ട്. തണുപ്പ് ചൂടാ, നല്ല ചൂടോടെ എടുത്തത്. പെട്ടെന്ന് ആവട്ടെ. ഒരു ബീഫിൻ്റെ കഷ്ണം എടുത്തു എന്നിട്ട് നമുക്ക് വെച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.